എന്തായാലും ഇത്തവണയും കളറാവുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാലും എന്തായിരിക്കും ഇത്തവണത്തെ പ്രത്യേകത? എന്തായാലും എനിക്കത് പുതുമയാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അത്തച്ചമയം എന്നുള്ളതൊന്ന് നടന്ന് തന്നെ കാണണം. കഴിഞ്ഞ വർഷത്തിന്റെ അനുഭവം വെച്ച് ഇത്തവണ കുറച്ചധികം തിരക്കുമുണ്ട്, കുറച്ചധികം സമയങ്ങളുണ്ട്. നമുക്ക് ആദ്യം കൊണ്ടങ്ങ് പോയാലോ? അങ്ങനെ തൃപ്പൂണിത്തുറയുടെ രാജവീതിയെ പുളകം കൊള്ളിച്ചുകൊണ്ട് ഇത്തവണത്തെ അത്തച്ചമയ ഘോഷയാത്ര കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുവശത്തും തിങ്ങി നിൽക്കുന്ന പുരുഷാരത്തെ സാക്ഷിയാക്കി ഏറെ അതിശയിപ്പിക്കുന്ന, ഏറെ കണ്ണഞ്ചിപ്പിക്കുന്ന അതിഗംഭീരമായ ഘോഷയാത്ര വിപുലമായ ഒരുക്കങ്ങളോടുകൂടി, വിപുലമായ സജ്ജീകരണങ്ങളോടുകൂടി, നിരവധി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി അത്തച്ചമയങ്ങൾ ഈ രാജവീതിയിലൂടെ ഇതാ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷം വരാറുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം ആണ് ഇത് ഇവിടെ വരുന്നിരിക്കുന്നത്. ടിവിയിൽ കാണാറുണ്ടായിരിക്കും. ടിവിയിൽ കാണാറുണ്ട്. ഇവിടെ വന്ന കൊണ്ട് അതൊരു നേരിട്ട് കണ്ട് അനുഭവിക്കാന്ന് പറഞ്ഞു വന്നത്. ഇപ്പൊ ഞാൻ ജനിച്ചത് ഇവിടെ തന്നെയാണ്. അപ്പൊ അത് മുതൽ ഏകദേശം ഈ അത്തച്ചമയ ഘോഷയാത്രയിൽ ഏത് കലാരൂപമാണ് ഇഷ്ടം? എന്ത് കാണാനാണ് നിൽക്കുന്നത്? ഫ്ലോട്ടുകൾ വരില്ലേ, അത് കാണാൻ ഇഷ്ടം. എങ്ങനെയാണ് ഇത്തവണത്തെ ഓണം? അടിപൊളിയാണ്, തുടക്കം തന്നെ അടിപൊളിയാണ്. ഞാൻ ശരിക്കും കാസർഗോഡാ, ഇവിടെ എറണാകുളത്ത് വൈഫിന്റെ കൂടെ എറണാകുളമാണ്. അങ്ങനെ ആദ്യമായിട്ടാണ് അത്തച്ചമയം കാണാൻ വരുന്നത്. എങ്ങനെയാണ് ഇത്തവണത്തെ ഓണത്തെ? ഇവിടെയാണ്. എങ്ങനെ നിങ്ങൾ എന്തെങ്കിലും പുതിയ പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ ഇത്തവണ? ഒന്നുമില്ല, കാണുക അത്രേ ഉള്ളൂ. ആന്റി, എത്ര നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 1 മണിക്കൂറോളായി. 1 മണിക്കൂറോളായി. എല്ലാ കൊല്ലം വരാറുണ്ടോ? വരാറുണ്ട്. ഞാനൊരു 10-40 വർഷമായിട്ട് വരുന്ന ആളാണ്. തൃപ്പൂണിത്തുറക്കാരിയാണ്. തൃപ്പൂണിത്തുറക്കാരിയാണ്. എന്നാൽ ഈ തൃപ്പൂണിത്തുറക്കാരിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്ന് നമ്മുടെ ശ്രുതി പറയും. ശ്രുതി പറയും. പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിമ്മയാണ്. അതാണ് പ്രത്യേകത. എങ്ങനെയുണ്ട് ഇത്തവണത്തെ കാഴ്ച? എന്താ തോന്നുന്നു അമ്മയ്ക്ക്? ഇത്തവണ നമുക്ക് കണ്ടാലേ അറിയാൻ പറ്റില്ല, പക്ഷെ എന്നാലും വ്യത്യസ്തമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വരണ്ടാന്ന് വിചാരിച്ചിരുന്ന കാര്യം കണ്ടു മടുത്തതല്ലേ, എന്നാലും വീട്ടിൽ ഇരിപ്പുറക്കുന്നില്ല, അത് കാരണം കൊണ്ട് വന്നതാണ്. ജെയിന് ഇപ്പൊ വന്നിട്ട് കണ്ട് കുറേ നമ്മൾ അവിടെ തുടക്കം മുതൽ കണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശരിക്കും ഈ കാണാൻ നിൽക്കുന്ന ആൾക്കാരുടെ മുഖത്ത് ആ സന്തോഷമാണ്. കാരണം ഓണം വന്നു എന്നൊരു വൈബുണ്ടല്ലോ. അത് മാത്രമല്ല, ഓണം ആ സന്തോഷം നമ്മൾ പറയില്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ല എന്ന് പറയുന്നത് പോലെയാണ്. ഓണം ആഘോഷിക്കാതിരിക്കാൻ മലയാളിക്കാവില്ല. അപ്പോൾ ജെയിനെ, എങ്ങനെ ഉണ്ടായിരുന്നു അത്തം കാഴ്ചകൾ? അത്തം പൊടി പാറിച്ചു, അത്തം കെങ്കേമമായി. ഇനി തിരുവോണം പൊടി പൂരമാകും. തുളസി, അടിപൊളിയായിരുന്നില്ലേ? കലക്കിയില്ലേ? ഒരു സംശയമില്ല. ഏതായാലും നമ്മള് അത്തച്ചമയ ഘോഷയാത്ര അതികേമമായി തന്നെ നമ്മുടെ തൃപ്പൂണിത്തുറയിൽ നിന്നും തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനി അടുത്ത 10 ദിവസം മലയാളി തിരുവോണത്തെ വരവേൽക്കാനുള്ള തിരക്കിലായിരിക്കും. ഏതായാലും തൃപ്പൂണിത്തുറയിലെ ഈ അത്തനഗരിയിൽ നിന്നും, ഈ ഉത്സവ നഗരിയിൽ നിന്നും റിപ്പോർട്ടറിനൊപ്പം ശ്രുതി ശരൺ, ആതിര ജെയിൻ, തുളസി രാധാകൃഷ്ണൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.